നമസ്കാരം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെതിരായ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആരോപണം നുണയെന്ന് കോൺഗ്രസ്. സർദാർ വല്ലഭായ് പട്ടേലിന് കൂടുതൽ വോട്ടുകൾ ലഭിച്ചിട്ടും ജവഹർലാൽ നെഹ്റുവിനെയാണ് പ്രധാനമന്ത്രിയാക്കിയതെന്ന വാദം നുണയും ഭാവനയുമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ രാഷ്ട്രീയത്തിനും രാഷ്ട്ര നിർമ്മാണ മാസ്റ്റർ പ്ലാനിനും രൂപം നൽകിയ കാലഘട്ടത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഇന്നും എന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് മഹാനായ നേതാക്കളായ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും നേതൃഗുണങ്ങളും പങ്കും സംബന്ധിച്ചുള്ള വ്യത്യസ്ത ചരിത്ര നിരീക്ഷണങ്ങൾ എന്നും കടുത്ത രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. അമിത്ഷാ ഉന്നയിച്ച ചില പ്രസ്താവനകളെ കോൺഗ്രസ് തള്ളിക്കളയുമ്പോൾ മറുവശത്ത് ഭാരതീയ ജനതാ പാർട്ടി അവയെ ചരിത്രപരമായ പുനഃവായനയായി കാണുന്നു. ഈ ചർച്ചകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തെയും ജനങ്ങളുടെ പ്രതീക്ഷകളെയും ആഴത്തിൽ സ്വാധീനിക്കുന്നതാണ്. കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റിനായുള്ള തിരഞ്ഞെടുപ്പിൽ 28 വോട്ടുകൾ സർദാർ വല്ലഭായ് പട്ടേലിനും 2 വോട്ടുകൾ ജവഹർലാൽ നെഹ്റുവിനും ലഭിച്ചു. എന്നിട്ടും 2 വോട്ടുകൾ മാത്രം ലഭിച്ചാൽ നെഹ്റു പ്രധാനമന്ത്രിയായി എന്നായിരുന്നു അമിത്ഷാ നടത്തിയ പരാമർശം. കോൺഗ്രസ് കമ്മ്യൂണിക്കേഷൻസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടി സഹപ്രവർത്തകൻ പീയൂഷ് ബാബലയുടെ വീഡിയോ എക്സിൽ പങ്കുവച്ചു. ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞ നിരവധി നുണകളിൽ ഒന്ന് പൂർണ്ണമായും തുറന്നു കാട്ടിയെന്ന കുറിപ്പോടെയാണ് അദ്ദേഹം വീഡിയോ പങ്കുവച്ചത്. നെഹ്റുവിനെ കുറിച്ച് ആഴത്തിലുള്ള ഗവേഷണം നടത്തിയെന്ന മട്ടിലാണ് BJP അംഗങ്ങൾ പാർലമെന്റിൽ സംസാരിക്കുന്നതെന്നും സത്യത്തിൽ അവർ ഓൺലൈനിൽ എളുപ്പത്തിൽ ലഭ്യമാവുന്ന പ്രത്യേകിച്ച് നെഹ്റുവിന്റെ തിരഞ്ഞെടുത്ത കൃതികളുടെ 100 വാല്യങ്ങളിലുള്ള മെറ്റീരിയലുകളാണ് ഉപയോഗിക്കുന്നത് എന്നും മറ്റൊരു പോസ്റ്റിൽ രമേശ് കുറിച്ചു. ഇന്ത്യയുടെ ഐക്യത്തിന്റെ ശില്പിയായ പട്ടേലിന്റെ നേതൃപാടവം എന്തുകൊണ്ട് പ്രത്യേകം വിലയിരുത്തപ്പെടണമെന്നത് BJP ശക്തമായി ഉയർത്തിക്കാട്ടുന്ന ഒരു വസ്തുതയാണ്. 562 ദേശീയ സംസ്ഥാനങ്ങളെ ഒരു ഭരണഘടനാ ചരട് കയ്യിലേന്തി ലയിപ്പിച്ച അതുല്യമായ ധൈര്യവും ഭരണ നൈപുണ്യവും പട്ടേൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ഹിസ്റ്റോറിക്കൽ സത്യങ്ങളെ രാജ്യത്തിന് മുന്നിൽ ശക്തമായി അവതരിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ നീക്കമല്ല, മറിച്ച് മറച്ചുവെക്കപ്പെട്ട ചരിത്ര സത്യങ്ങളെ വീണ്ടും വെളിച്ചത്തിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഭരണ നിരീക്ഷണത്തിലും ദേശീയ ഐക്യദർശനത്തിലും പട്ടേലിന്റെ പങ്ക് BJP പലപ്പോഴും ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ്. കുടുംബ പാരമ്പര്യം മാത്രം കാത്തു സൂക്ഷിക്കുക ശ്രമിക്കുന്ന ഇന്ത്യയുടെ ഭരണം തങ്ങളുടെ അവകാശമാണ് എന്ന് കരുതുന്ന കോൺഗ്രസുകാർക്ക് അത് മനസ്സിലായി. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ രാഷ്ട്രീയ വേദികളിൽ ഉയരുന്നത് സാധാരണമാണെങ്കിലും ചരിത്ര സത്യങ്ങളെ തുറന്ന മനസ്സോടെ പരിശോധിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ബാധകമാണ്. ചരിത്ര പഠനമാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശക്തി. അന്നത്തെ നേതാക്കളുടെ തീരുമാനങ്ങൾ, പിന്നീടുള്ള ഭരണഘടന, വിദേശ നയം, ആഭ്യന്തര സംവിധാനം എന്നിവ രാജ്യ വളർച്ചയെ എങ്ങനെ സ്വാധീനിച്ചു എന്നതിനെ കുറിച്ചുള്ള സംവാദമാണ് രാഷ്ട്ര ചിന്തയ്ക്ക് ആവശ്യം. നേതൃത്വത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ ഭരണകൂടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പട്ടേലിന്റെയും ദർശനത്തെ പുനരാവിഷ്കരിക്കുന്നുവെന്ന് അവരുടെ പിന്തുണക്കാർ വാദിക്കുന്നുണ്ട്. ശക്തമായ കേന്ദ്ര ഭരണവും ധൈര്യത്തോടെയുള്ള നിയമപരവും ഭരണപരവുമായ തീരുമാനങ്ങളും കൈക്കൊള്ളുന്ന നിലപാടുകളും ഇവരുടെ പ്രവർത്തന രീതിയിൽ നിന്ന് വ്യക്തമാകും. പ്രത്യേകിച്ച് ദേശീയ സുരക്ഷ, അതിർത്തി സംരക്ഷണം, ടെററിസത്തിനെതിരെയുള്ള അസഹിഷ്ണുത, ഭരണ നവീകരണം തുടങ്ങിയ മേഖലകളിൽ ശക്തമായ കാഴ്ചപ്പാടുകൾ സർദാർ പട്ടേലിന്റെ പ്രവർത്തന ശൈലിയുമായി സാമ്യമുള്ളതാണെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിശകലനം ചെയ്യുന്നു. ചരിത്രത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഒരു ആരോഗ്യകരമായ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാകണം. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മറികടന്ന് ഒരു ഗൗരവപരമായ ദേശീയ സംവാദത്തിലേക്കാണ് രാജ്യം നീങ്ങേണ്ടത്. തെറ്റായ വിവരം, രാഷ്ട്രീയ പ്രചരണം, തിരഞ്ഞെടുപ്പ് നേട്ടം എന്നിവയേക്കാൾ ദേശീയ ഐക്യവും വിശ്വാസവും മുൻഗണന നൽകുന്ന ഒരു സമീപനമാണ് ഇന്നത്തെ ഇന്ത്യയുടെ വളർച്ചയ്ക്കുള്ള വഴി. പട്ടേലും നെഹ്റുവും ഇന്ത്യൻ ചരിത്രത്തിലെ മഹാന്മാരായ നേതാക്കളായിരുന്നു. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ ഓരോരുത്തരുടെയും പാരമ്പര്യത്തെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുന്നു. ഈ വ്യാഖ്യാനങ്ങൾ തെറ്റാണോ ശരിയാണോ എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് ആരൊക്കെ ചരിത്രത്തെ സ്വതന്ത്രമായി പരിശോധിക്കാനും പഠിക്കാനും തയ്യാറാണ് എന്നതാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ ചരിത്ര പഠനം പലപ്പോഴും ഏകപക്ഷീയമായിരുന്നുവെന്ന് BJP ഉന്നയിക്കുന്നുണ്ട്. അതിനെതിരെ സമതുലിതമായ പഠനവും തുറന്ന ചർച്ചയും രാജ്യത്തിന് ഉചിതമാണ് എന്നാണ് അവരുടെ നിലപാട്. നെഹ്റു പട്ടേൽ വാദപ്രതിവാദങ്ങൾ ഒരു പാർട്ടി വിരുദ്ധന്മാരുടെ കലഹമെന്ന നിലയിൽ കാണേണ്ടതില്ല, മറിച്ച് ഇന്ത്യയുടെ ഭാവിയെ പറ്റിയുള്ള വ്യത്യസ്ത ദർശനങ്ങളായാണ് കാണേണ്ടത്. ചരിത്രത്തെ തുറന്ന നിലയിൽ പരിശോധിക്കുകയും ദേശീയ ഐക്യത്തിനും പുരോഗതിക്കും ഏറ്റവും ഉചിതമായ വഴിയെ കണ്ടെത്തുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തം ഓരോ കാലഘട്ടത്തിലും ഭരണകൂടത്തിന്റെയും ജനങ്ങളുടെയുമാണ്.